ജാർഖണ്ഡ് അസംബ്ലി ഇലക്ഷനിൽ BJP തോൽവി ഏറ്റുവാങ്ങി. നല്ല തോൽവിയാണ്, ചെറിയ തോൽവിയൊന്നുമല്ല. അതിന് പറയാനുണ്ടായ കാരണം എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്നു ജാർഖണ്ഡിൽ BJP തിരിച്ചു വരും നല്ല ഭൂരിപക്ഷത്തോടു കൂടി. ഏകദേശം 1 ഡസനിൽ പരം കേന്ദ്രമന്ത്രിമാരും BJPയുടെ സീനിയർ ലീഡേഴ്സും ഈ റാഞ്ചിയിലും അതേപോലെ തന്നെ ജാർഖണ്ഡ് ഏരിയയിൽ ഇലക്ഷൻ പ്രചരണത്തിലായിരുന്നു. ശരിക്കും സമയം സ്പെൻഡ് ചെയ്ത് വലിയ രീതിയിൽ RSSും വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം അവരും പ്രതീക്ഷിച്ചില്ല ഇതേ രീതിയിൽ അവർ തോൽക്കുമെന്ന്. അവർ പ്രതീക്ഷിച്ച ഏകദേശം 50 സീറ്റോളം കിട്ടി അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ജാർഖണ്ഡിൽ സംഭവിച്ചത്? പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് BJPയുടെ പല സെൻട്രൽ ലീഡർഷിപ്പിനും ഈ ആദിവാസികളുമായിട്ട് എങ്ങനെയാണ് അവരെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള മാനേജ്മെൻറ്റ് ഇന്നും അവർക്ക് ശരിയായ രീതിയിൽ പിടികിട്ടിയിട്ടില്ല. അത് നമുക്ക് ഛത്തീസ്ഗഡിലും കാണാൻ സാധിക്കും. കാരണം ഛത്തീസ്ഗഡ് മേഖല ഒരിക്കൽ BJPക്ക് അനുകൂലമായിട്ട് 1ാം മോഡി സഭയിൽ 2ാം മോഡിയിലും വന്നിട്ട് 3ാം മോഡിയിൽ ഈ പറയുന്ന രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്താ അതിൻ്റെ കാരണം? അതാണ് ഈ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ. ഇന്നും BJPയുടെ പല ലീഡേഴ്സ് മനസ്സിലാക്കുന്നത് ഈ ആദിവാസികൾക്ക് അവർ ഈ പറയുന്ന രീതിയിൽ അവർക്ക് വിവരവും പൊക്കണമൊന്നുമില്ല, അവർ ഈ പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അതൊക്കെ അങ്ങ് മാറി. കാരണം ഞാൻ ഈ ആദിവാസി മേഖലയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. കാരണം ഈ നക്സൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന സമയത്ത് ഞാനവിടെ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടതാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ആദിവാസിയല്ല, ഏകദേശം 15-20 വർഷം മുമ്പുണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ല ഇന്നത്തെ ഈ ഇന്ത്യയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി. പൂർണ്ണമായിട്ടും മാറി. അതിൻ്റെ കാരണമുണ്ട്. പണ്ട് ഇവർക്ക് ആഹാരമൊന്നും ഇല്ലായിരുന്നു, എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു, ഇവർക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. ഉറപ്പായിട്ട് മൻമോഹൻ സിംഗിൻ്റെ ലിബറലൈസേഷന് ശേഷം ഏകദേശം ഇന്ത്യയിലെ 80 മില്യൺ അവരുടെ പട്ടിണി മാറി എന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആദിവാസികളുടെയും പട്ടിണിയൊക്കെ മാറി. അവർ സമൂഹത്തിലോട്ട് വരാൻ തുടങ്ങി. അവർക്ക് ഇന്ത്യയിലെ സിറ്റികൾ എന്താണെന്ന് പിടികിട്ടാൻ തുടങ്ങി. അവർ ജോലി ചെയ്യാൻ കേരളത്തിൽ വരെ ജാർഖണ്ഡുകാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട പോയിന്റ് BJP പഠിക്കേണ്ടത് ഇതിനകത്ത് ഈ ആദിവാസി കമ്മ്യൂണിറ്റിയിൽ, അതായത് അവസാനത്തെ ആ ടാലി ഞാൻ എടുത്തു പോയി കഴിഞ്ഞപ്പോൾ ഈ ഹേമന്ത് സോറനും കോൺഗ്രസുമായിട്ടുള്ള അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് ഈ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്തിരിക്കുന്നത് ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിനാണ്. അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനാണ് അവർ ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതേസമയം BJP ആണെങ്കിൽ 2-3 സീറ്റേ കൊടുത്തുള്ളൂ. കാരണം അവിടെ RSS, കാരണം RSSനാണ് വലിയ മേൽക്കോയ്മയുള്ള ഏരിയയാണ് ഈ ട്രൈബൽ ഏരിയയിലെ മറ്റുള്ള സ്ഥലത്ത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് അവിടെയുള്ള BJP ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണ് കൂടുതൽ സീറ്റ് കൊടുത്തത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആസാമിൻ്റെ ചീഫ് മിനിസ്റ്ററിനായിരുന്നു അതിൻ്റെ ഇൻചാർജ് മുഴുവനും കൊടുത്തിരുന്നത്, ഹെമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹം പറഞ്ഞ കമൻ്റ് എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിൽ കൺവേർഷൻ ഉണ്ടാകുന്നു. ഉറപ്പായിട്ടും അവിടെ RSS അതേപോലെ അവർ സംഘപരിവാറിൻ്റെ പല ആളുകൾ അവിടെ ഘർ വാപ്പസി പ്രോഗ്രാം നടത്തി, അതെല്ലാം ഫ്ലോപ്പായി പോയി. ഇനിയും മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷം, അതായത് ട്രൈബൽ, അവരെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഒരു കാരണവശാലും ജാർഖണ്ഡിൽ BJPക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം അവനും എഡ്യൂക്കേറ്റഡായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് കൺവേർഷൻ നടക്കുമ്പോൾ ക്രിസ്ത്യനായിട്ട് കൺവേർഷൻ നടക്കുമ്പോൾ അവർക്ക് ചർച്ചും കൂട്ടമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവർ സ്കൂളിൽ പോകും, പഠിക്കാൻ പോകും, ഇവർക്ക് ലോകത്തെപ്പറ്റി കാര്യങ്ങൾ അറിയും. പിന്നെ അവരെ നിങ്ങൾ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ തെറ്റി. പിന്നെ അവന് ആവശ്യം എന്തുവാ? സമൂഹത്തിലെ സ്റ്റാറ്റസ് കോയാണ്. അപ്പോൾ ആ സ്റ്റാറ്റസ് കോ നിങ്ങൾ അംഗീകരിച്ച് അവൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് BJP അവിടുത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് അവിടെ BJPക്ക് അടി കിട്ടും. ഈ ഹേമന്ത് സോറനാണെങ്കിൽ ഹൈലി കറപ്റ്റഡാണ്. എല്ലാവർക്കും അറിയാം ഒരു ഡെവലപ്മെൻറ്റും ഒന്നും കൊണ്ടുവരാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തുള്ള വലിയൊരു വിഭാഗം, മനസ്സിലാക്കുക, വലിയൊരു വിഭാഗം അവർ കൺവേർട്ടഡാണ്, അവർ ക്രിസ്ത്യൻ കൺവേർട്ടഡാണ്. അവരെ ഉൾക്കൊള്ളാതെ നിങ്ങൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ സാധിക്കില്ല. ഇത് പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അവരെ റീകൺവേർട്ട് ചെയ്ത് ഘർ വാപ്പസി സംഭവം അതും ഫ്ലോപ്പായി പോയി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം എവിടൊക്കെ ഇത് ഫ്ലോപ്പായി പോയെന്ന്.
പലയിടത്തും ഇത് ഫ്ലോപ്പായി പോയി. അവർ ഭയങ്കരമായിട്ട് എതിർത്തു നിങ്ങളെ. പിന്നെ നിങ്ങൾ സൈലൻ്റായി. കാരണം ഏതാണ്ടൊക്കെ പേരും പറഞ്ഞിട്ടാണ് നിങ്ങളത് ഇടപെടാൻ ശ്രമിച്ചത്. അപ്പം മനസ്സിലാക്കേണ്ടത്, നിങ്ങളത് നടത്തിക്കൂ, റീകൺവേർഷനൊക്കെ നടത്തിക്കൂ. പക്ഷേ അവരെയും കൂടെ കൂട്ടിയിട്ട് മാത്രമേ നിങ്ങൾ ഇലക്ഷൻ ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കരുതിയിരിക്കണം. ഇതിനകത്ത് അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, അതേപോലെ ട്രൈബലാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അടി കിട്ടും. കാരണം അത് വ്യക്തമാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ. അല്ലെങ്കിൽ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തു ജാർഖണ്ഡിൽ BJP അധികാരത്തിൽ വരും. പിന്നെ എന്തുകൊണ്ടാണ് അധികാരത്തിൽ വരാഞ്ഞ്? എന്തുകൊണ്ടാണ് ഷിബു സോറൻ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം? BJPക്ക് വളരെ കുറച്ച് സീറ്റേ കിട്ടിയുള്ളൂ. ഇനി BJPയുടെ പല കാൻഡിഡേറ്റും എടുത്തു നോക്കുക. അവരെ തോൽപ്പിച്ചിരിക്കുന്നത് അവരെ തോൽപ്പിച്ചിരിക്കുന്ന ആരാ? അവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകളാണ്. അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകളാണ് അവരെ തോൽപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളാദ്യം റിയാലിറ്റി മനസ്സിലാക്കുക. അത് അവർ മനസ്സിലാക്കുക. അവർ കൺവേർട്ടഡായി. അവരെ പൊതുസമൂഹത്തിൽ പൊളിറ്റിക്കലി നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജാർഖണ്ഡ് തൊടാൻ പറ്റത്തില്ല. അടുത്ത് വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഹേമന്ത് സോറനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നത്? അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ജാർഖണ്ഡിന് വേണ്ടി ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. കാരണം വളരെ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ മിനറൽസും സംഭവമൊക്കെ ഉള്ളൊരു സ്റ്റേറ്റാണ്. ഇഷ്ടം പോലെ പണമുള്ള സ്റ്റേറ്റാണ്. അത് ഇന്ന് വരെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഭരിച്ച ഒരു ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴും നക്സൽ സംഭവം ഇപ്പോഴും വളരെ സ്വാധീന മേഖലയാണ്. അതുകൊണ്ടാണ് നക്സലുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ മത്സരിച്ച പാർട്ടി അവർ 2 സീറ്റ് കിട്ടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? നിങ്ങൾ ഇത്രയും നാളും, അതായത് നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആളുകൾ ഈ ട്രൈബ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഐസൊലേറ്റ് ചെയ്തു. കാരണം നെഹ്റുവിയൻ പോളിസിയാണ്, നാഷണലിസ്റ്റ് പോളിസിയാണ്. അവരെ ടച്ച് ചെയ്യാൻ പോകണ്ട, അവരെ പഠിപ്പിക്കാൻ പോകണ്ട, അവരങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷേ ഇപ്പോഴങ്ങനല്ല. കാരണം അവന് ജോലി ചെയ്യണം, അവന് പഠിക്കണം, അവന് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലോട്ട് വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ എത്രയോ നാളായിട്ട് അവിടെ ട്രൈബൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കേന്ദ്ര സർവീസിലും സ്റ്റേറ്റ് സർവീസിലും എംപ്ലോയീസായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, വളരെയധികം പേര്. കാരണം റിസർവേഷനുണ്ട്. അതേപോലെ പല ആൾക്കാർ UPSC എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളവരെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സിലാകുക, എഡ്യൂക്കേഷൻ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫ്രീ ആയിട്ട് ചിന്തിക്കും. അതാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതിയിലാണ് അവിടെയുള്ള BJPയും RSSും ശ്രമിച്ചത്. അതിൻ്റെയാണ് തിരിച്ചടി കിട്ടിയത്. കാരണം അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ നേരിടാൻ സാധിക്കുകയുള്ളൂ. അവർ കൺവേർട്ടഡാണ്. അവരെ മാറ്റി നിർത്തുക, അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക, പാർട്ടി കാര്യങ്ങൾ ഉൾപ്പെടുക, ഉറപ്പായിട്ട് നിങ്ങൾ തോറ്റുപോകും. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ്റ് തന്നെ, ഞാൻ പേരൊന്നും പറയുന്നത് എല്ലാവർക്കും അറിയാം, അവരെത്രയോ വർഷം മുമ്പ് കൺവേർട്ട്. പക്ഷേ അവർ ഹിന്ദു രീതിയിലാണ് ജീവിക്കുന്നത്. ജീവിക്കട്ടെ. അപ്പം അതിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒറീസയിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചു. പക്ഷേ ഒറീസയിൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ട്രൈബ്സ് ആണെങ്കിൽ അവിടെയുള്ള ബാക്ക്വേർഡ് ക്ലാസ് എല്ലാം കൺവേർട്ടഡാണ്. കാരണം നിങ്ങൾ പോയി മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കൺവേർട്ടഡ് ആയത്. ഇവരേറ്റവും കൂടുതൽ കൺവേർട്ട് ആയതിൻ്റെ കാര്യം നിങ്ങൾ ഈ പറയുന്ന പണം കൊടുത്തിട്ടൊന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന അവരെ ഈ വലിയ ഈ ചെറുതായിട്ടുള്ള അപ്പർ കാസ്റ്റുള്ള അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. അവരെ നിങ്ങൾ ജനങ്ങളായിട്ടും മനുഷ്യരായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല. കാരണം അവന് ആഹാരം കിട്ടി, അവന് വസ്ത്രം കിട്ടി, അവന് പാർപ്പിടം കിട്ടി, പിന്നെ അവന് സ്റ്റാറ്റസ് കോ ആണ് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അതാണ് ജാർഖണ്ഡിൽ കണ്ടത്. ജാർഖണ്ഡ് BJPക്ക് തരുന്നൊരു പാഠം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അതിനകത്തൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ പ്രോഗ്രസീവാണ്. കാരണം അദ്ദേഹം പറയുന്നൊരു പോയിൻ്റുണ്ട്, എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ് BJPയുടെ തന്ത്രം. അതാണ് BJPയുടെ ഏറ്റവും വലിയ വിജയമെന്ന്. അത് ആ പറയുന്ന സംഭവങ്ങളെങ്കിലും മനസ്സിലാക്കണം. അതായത് ഈ അപ്പർ കാസ്റ്റും ഈ ട്രൈബ്സുമായിട്ടുള്ള ബന്ധം ഈ വലിയ അകലമാണ് സംഭവം. അത് നമുക്ക് അവിടെ പോകുമ്പോഴേ കാണാൻ സാധിക്കുകയുള്ളൂ. ആ അകലം മാറ്റണം. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അവരെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവരുടെ കമ്മ്യൂണിറ്റി നല്ല ലീഡേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾക്കറിയാം, അവിടെയുള്ള ട്രൈബൽ ലീഡേഴ്സിന് ഏക്കും പൂക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഒക്കെ കയറി ഇങ്ങി വരുന്നേ. അപ്പം അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ട് ഓരോന്ന് പഠിപ്പിച്ചെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടുത്തെ നല്ല ലീഡേഴ്സും നല്ല ബ്യൂറോക്രാറ്റ്സും ഇന്ത്യക്ക് അനുകൂലമായ
നല്ല ആളുകളെ ഈ ക്ലാസ്സുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം മനസ്സിലാക്കി കൊടുക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ മാത്രം എല്ലാവരുടെയാണ്, അത് അവരുടെയാണ്. ആ ലാൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞ ലാൻഡ് അവരുടെയും കൂടാണ്. ആ ലാൻഡിൽ നിങ്ങളെല്ലാം മൈൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നു, പക്ഷെ അവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പം ആ ഡിസ്ക്രിപ്ഷനൊന്നും പാടില്ല. അപ്പം ഞാനീ പറയുന്നത് ജസ്റ്റിസ് എന്ന് പറഞ്ഞാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം. അവരെ അംഗീകരിക്കുവാനും ഇവർ ക്രിസ്ത്യൻ, അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, ലെറ്റ് ദം ഡു. ഇപ്പം നിങ്ങൾക്ക് റീകൺവേർട്ട് ചെയ്യാൻ അത് ചെയ്തോളൂ, പക്ഷേ അകറ്റി നിർത്തുക, അതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക, അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതാണ് ജാർഖണ്ഡ് നൽകുന്ന ഏറ്റവും വലിയ പാഠം.